ഹലോ ഗായ്സ്, ബിന്ദു വിജയ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ അടുത്തതായി കാണിക്കാൻ പോകുന്നത് രണ്ടാമത് ഞാൻ വളമുണ്ടാക്കിയതാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം വളമുണ്ടാക്കി ഇട്ടതിന് ശേഷം ഞാൻ തക്കാളി തൈ നട്ടിരുന്നു. അതിലൊരുപാട് കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഗായ്സ്. കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, അതിൽ കുറച്ച് തക്കാളി നിങ്ങൾ കാണിച്ചിരുന്നു. അതിൽ തന്നെ ഉണ്ടായ തക്കാളികളാണ് കേട്ടോ ഇത്. രണ്ടാമതുണ്ടായ തക്കാളികളാണിത്. അപ്പോൾ ഞാൻ ചോറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോറ് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അധികം ചോറൊന്നും ഇട്ടിട്ടുണ്ടായില്ല. കംപ്ലീറ്റ് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമ്മുടെ സവോളത്തൊലി, നമ്മുടെ മത്തങ്ങ, അങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളുണ്ടാവുമല്ലോ, അതാണ് ഇട്ട് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വേസ്റ്റ് പച്ചക്കറികൾ, മത്തങ്ങ, മുരിങ്ങക്കായ, നമ്മൾ സാമ്പാർ കഷ്ണത്തിൻ്റെ എല്ലാതും വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നത് ഗൈസ്. അതിനോടൊപ്പം തന്നെ വീനാക്കുലം, അതായത് നമ്മുടെ ചകിരിച്ചോറും ഇട്ട് കൊടുത്തിരുന്നു. ഇതിൽ പുഴുക്കളൊക്കെ വന്ന് ചെത്തതിന് ശേഷം നല്ല വളമായി വരുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ ഗൈസ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടായി. ഇതിലൊരു ഈർപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല പൊടിയായി വന്നതാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും അടുത്ത കൃഷി ചെയ്യാൻ വേണ്ടിയാണ്. ചെറിയ രീതിയിലുള്ള കൃഷിയാണ് കേട്ടോ എൻ്റെ. ഒരു 3-4 തൈകളൊക്കെ വെക്കുള്ളൂ ഞാൻ. പക്ഷെ അത് നല്ല ഫലം കാണിക്കാറുണ്ട്. അപ്പം നന്നായി കായകൾ ഉണ്ടാവാറുണ്ട് ഗൈസ്. ഞാൻ വീണ്ടും ഉണ്ടാക്കിയ വളം നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേറെ ഒന്നും ഇട്ട് കൊടുക്കാറില്ല ഗൈസ്. നമ്മളെന്തെങ്കിലും സംഭവത്തിൽ നമ്മുടെ പച്ചക്കറികൾ നടുന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.